ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ആമസോൺ ബേസിക്സിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കർ 5.3 സറൗണ്ട് ബാറാണ്. ഇത് 16 വാട്ട് RMS ആണ്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 20 mAh ബാറ്ററിയാണ്. ഇതിൻ്റെ വീഡിയോയിലും വോയിസിലും ഒരു ചെറിയൊരു മിസ്സിങ് വന്നതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അത് നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ക്യാമറ ചെറുതായി ഒന്ന് ചതിച്ചാണ്. വളരെ വില കുറഞ്ഞ രീതിയിൽ ഒരു സൗണ്ട് ബാർ നമുക്ക് കിട്ടുമ്പോൾ, അത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു സൗണ്ട് ബാർ കിട്ടുമ്പോൾ അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആമസോൺ ബേസിക്സിൻ്റെ ഇതിൻ്റെ പ്രൈസും വളരെ കുറവാണ്, എന്നാൽ ക്വാളിറ്റിയും നല്ലതാണ്. എന്തായാലും നമുക്ക് ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൽ എന്താണ് ഉള്ളതെന്നും എന്താണ് ഇതിൻ്റെ ക്വാളിറ്റി എന്നും ഇതിൻ്റെ മെറ്റീരിയൽ പ്രൊഡക്റ്റ് ക്വാളിറ്റി, അത് ബിൽഡ് ചെയ്യാൻ എടുത്തിട്ടുള്ള മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. എന്തായാലും ഒന്ന് ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പറയാനുള്ളത്, ഇതിൽ ഈ ബ്ലൂടൂത്ത് കണക്ഷൻ 5.0 ആണ്. അതും കൂടെ നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസസ് കണക്ട് ചെയ്യാൻ പറ്റും. അതൊരു നല്ല ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഓപ്പൺ ചെയ്തതിന് ശേഷം നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ബോക്സിൽ നിന്നും ഒരു USB ചാർജിങ് വേണ്ടിയിട്ടുള്ള കേബിളും പിന്നെ ഒരു ഓക്സ് കേബിളും പിന്നെ പ്രൊഡക്റ്റുമാണ് നമുക്ക് കിട്ടുന്നത്. രണ്ട് സ്പീക്കേഴ്സ് ഇവിടെ 2 സ്പീക്കേഴ്സ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് കാണാൻ പറ്റുന്ന 2 സ്പീക്കേഴ്സ് ആണ്. ആമസോൺ ബേസിക്സ് എന്ന് പറഞ്ഞൊരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ടോപ്പിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഓഡിയോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസുകളുണ്ട്. പവർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് തരുന്നുണ്ട്. ബാക്ക് സൈഡിൽ നമുക്ക് USB കണക്ട് ചെയ്യാനും പവർ കണക്ട് ചെയ്യാനും 3.1 ജാക്ക് കണക്ട് ചെയ്യാൻ ഒരു മൈക്രോ SD കാർഡ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. ഇതിൽ 2000 mAh ബാറ്ററി ഉണ്ട് ഇതിൽ ഓൾറെഡി. നമുക്ക് പവർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 8 hours ഒക്കെ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഞാൻ പറയാം. നമ്മൾ ആമസോൺ ബേസിക്സിൻ്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ പ്രൊജക്ടർ വാങ്ങിച്ചപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഓൾമോസ്റ്റ് 3 months യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇതിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കിയതിന് ശേഷം നമുക്കതിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഈ സ്പീക്കറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇതിനാകെ 990, അതായത് 1000 താഴെ വരുന്ന ഒരു എമൗണ്ടാണ് ഈ സ്പീക്കറിന് വരുന്നത്. ആ ഒരു പ്രൈസിന് ഈ സ്പീക്കർ എന്തുകൊണ്ട് നല്ല ഒരു പ്രൊഡക്റ്റ് ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഓൾമോസ്റ്റ് ഒരു 4 to 5 hours, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ സൂചിച്ചിട്ടുണ്ടായിരുന്ന 8 hours വരെ കിട്ടുന്നതായിരുന്നു. പക്ഷേ എനിക്കൊരു 5 hours വരെ ഇത് ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു സെക്കൻഡ് മൂവിയുടെ ഹാഫ് വരെ എനിക്ക് ഈസി ആയിട്ട്, അല്ലെങ്കിൽ സെക്കൻഡ് മൂവി ചില സമയങ്ങളിൽ സെക്കൻഡ് മൂവി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും എനിക്ക് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളിതിനെ വലിയൊരു സൗണ്ട് സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. എങ്കിലും ഇതിൻ്റെതായ രീതിയിൽ അത്യാവശ്യം നമുക്കൊരു നല്ല ക്ലിയർ ആയിട്ടുള്ള വോയിസും നല്ല അത്യാവശ്യം നല്ല ബീറ്റും എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. മ്യൂസിക് പ്ലേ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല ബീറ്റും എല്ലാം കിട്ടുന്നതാണ്. ചെറിയൊരു മ്യൂസിക് ഇതിൽ പ്ലേ ചെയ്യാം. നമ്മൾ വലിയൊരു ഇത് പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നത് കൊണ്ടാണ് ഞാനിതിലൊരു ഏതെങ്കിലും ഒരു മ്യൂസിക് യൂട്യൂബിൻ്റെ തന്നെ ഒരു മ്യൂസിക് ഞാൻ പ്ലേ ചെയ്ത് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഞാനത് കാണിച്ചിരുന്നു. കുറച്ച് കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻസ് ഇതിലുണ്ട്. എല്ലാവരും പോലെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ളതും മ്യൂസിക് നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും ഒരു പവർ ഓപ്ഷൻ, പിന്നെ ഒരു മാനുവൽ, വേറൊരു സെറ്റിങ്സിൻ്റെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. എല്ലാവരും നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിലും ആ ഒരു ഓപ്ഷൻസ് കൂടി ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ USB-യും മെമ്മറി കാർഡ് ഇടാനുള്ളതും ഒരു ഓക്സ് ഔട്ടും പിന്നെ പവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് ഇതിൽ വരുന്നത്.
ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഒരു മ്യൂസിക് ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് ഇതിന്റെ ക്വാളിറ്റി കേൾപ്പിച്ചു തരാം. എന്നെ സംബന്ധിച്ച് 1000 റുപ്പീസിന് ഇത് വളരെ വേർത്താണ്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഓൾമോസ്റ്റ് 5 ചില സമയം 6 hours വരെ കിട്ടും. പക്ഷെ 5.5 6 hours മാക്സിമം ആണ്. എങ്കിലും നമുക്ക് മ്യൂസിക് കേൾക്കാനും അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. ഇതിന്റെ ബോഡി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോഡി തന്നെയാണ്. ആമസോൺ ബേസിക്കിന്റെ ഒരു നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. അതുപോലെ ഇതിനൊരു ചെറിയൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് അടിയിൽ 2 സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ സ്ലിപ്പായി പോവില്ല. അവിടെ ഇരിക്കുന്ന പ്രതലത്തിൽ നമ്മളത് കറക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കാൻ അതിന് ഹോൾഡ് ചെയ്തിരിക്കാൻ അതിന് പറ്റുന്നതാണ്. അങ്ങനെ ഒരുവിധം കുഴപ്പമില്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണിത്. 1000 റുപ്പീസിന് എന്തുകൊണ്ടും വേർത്ത് തന്നെയാണിത്. നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെയുള്ള ഒരു മ്യൂസിക്കാണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ഇതിന്റെ ബീറ്റും ഇതിന്റെ മ്യൂസിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇത് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കും മനസ്സിലാവും. എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾക്കത് അതിന്റെ ഇമ്പാക്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഒരു നല്ലൊരു വിധം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. ഞാനിപ്പോഴും ഫുള്ളായിട്ടുള്ള വോളിയം ഇതിൽ ഞാൻ കൊടുത്തിട്ടില്ല. ഫുൾ വോളിയം ചിലപ്പോൾ കുറച്ച് ഒരു പതർച്ചകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫുൾ വോളിയം കൊടുത്തിട്ടുണ്ട്. എങ്കിലും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്.